ഞാൻ ഇന്നലെ റേഡിയോളജി കോഴ്സിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് കമന്റ്സ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ യൂണിവേഴ്സിറ്റി ഏതാണ്, ഞാൻ ഏത് കോളേജിൻ്റെ അണ്ടറിലാണ് പഠിച്ചത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഒരു ലോങ് വീഡിയോ ആയിട്ട് അത് എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇത് മിസ്ഇൻഫർമേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, എനിക്ക് ഈ ഒരു 1 ഇയർ ആയിട്ട് എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് അത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചതെന്നാണ് ഈ മെജോറിറ്റി ആൾക്കാരും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡോക്ടർ എംജിആർ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ചെന്നൈ. ഇതാണ് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഞാൻ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് ഞാൻ പഠിച്ചത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും നല്ല അഭിപ്രായം, ഒരുപാട് കോളേജസും ഉണ്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ. നല്ല യൂണിവേഴ്സിറ്റിയാണ്, യൂണിവേഴ്സിറ്റിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ പഠിച്ച ഒരു ജോലിയും ചെയ്യുന്നുണ്ട്. ഈ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ പഠിച്ച എൻ്റെ സീനിയേഴ്സ് ആയിക്കോട്ടെ, സൂപ്പർ സീനിയേഴ്സ് ആയിക്കോട്ടെ, അവരൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഈ 2021 ഒരു 25 ആ ഒരു ബാച്ചിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു 25 പഠിച്ചിറങ്ങിയവർക്ക് ജോലി ഇപ്പോൾ കിട്ടാൻ ഭയങ്കര പാടാണ്. എവിടെ ചെന്നാലും വേക്കൻസി ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പം എത്ര നമ്മൾ സാധാരണ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു CV ആയിട്ട് ചെല്ലുന്നു, ആ ഹോസ്പിറ്റലിൽ നമ്മൾ ആ CV കൊണ്ട് പോകുന്ന സമയത്ത് അവർ നമ്മളെ മൈൻഡ് പോലും ചെയ്യത്തില്ല. നമ്മൾ HR കാത്ത് മണിക്കൂർ കണക്കിന് ആ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഇതിന്റെ ക്യാബിന്റെ ഫ്രണ്ടിൽ നമ്മൾ വെയിറ്റ് ചെയ്താലും നമുക്ക് അവരെ കാണാൻ പറ്റത്തില്ല. അഥവാ അവരെ കണ്ടു കഴിഞ്ഞാൽ അവർ CV മേടിച്ചിട്ട് ആ വേക്കൻസി വരുമ്പോൾ വിളിക്കുക, ഇപ്പൊ വേക്കൻസി ഇല്ല. ഇത് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവരുടെ പറയുന്നത്. അതേ സമയത്ത് ഏതെങ്കിലും പാർട്ടിയിലുള്ള ഒരാളോ അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ആ ഹോസ്പിറ്റൽ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ആ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ നമ്മൾ ഇരുത്തി സംസാരിക്കാനുള്ള ഒരു മര്യാദയെങ്കിലും കാണിക്കും. അല്ലാത്ത പക്ഷേ നമ്മുടെ CV ഒന്നെങ്കിൽ ഓഫീസിൽ ലഭിക്കാൻ പറയും, അതല്ലെങ്കിൽ മേടിച്ച് വെച്ചിട്ട് അവർ പിന്നീട് വേക്കൻസി വരുമ്പോൾ വിളിക്കാൻ പറയും, അത് അവിടെ കിടക്കും. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ CV കൊടുത്തിട്ടുണ്ടോ എന്നായിരിക്കും അവർ നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ കൊടുത്തത് അവർക്ക് ഓർമ്മ കാണത്തില്ല. പിന്നെ കോഴ്സിനെ ഞാൻ ഒരു തരത്തിലും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഈ കോഴ്സിനെ പറഞ്ഞിട്ടില്ല ഇതിന് ജോലി കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ കോഴ്സ് വേറൊരാൾ പറഞ്ഞു ആ കോഴ്സ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്, അങ്ങനെയൊന്നുമില്ല. ഈ കോഴ്സ് നല്ല കോഴ്സ് തന്നെയാണ്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന നല്ല പ്രൊഫഷണൽ കോഴ്സ് തന്നെയാണ്. പക്ഷെ എന്താണ്, ഇതിന് ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പഠിക്കാൻ കയറുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആരെങ്കിലും കണ്ട് നേരത്തെ കൂട്ടി ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലേക്ക് വേക്കൻസി ചോദിച്ചു വെക്കണം. പിന്നെ ഒരാൾ പറഞ്ഞു എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് UK ജോലി കിട്ടി, അവിടെ ജോലി കിട്ടി, ഇവിടെ ജോലി കിട്ടി, 2 BHK ഫ്ലാറ്റ് ഉണ്ട്, അങ്ങനെ കുറെ. പിന്നെ കുറച്ച് ചേച്ചിമാർ കമന്റ് ഇട്ട് 2002, 2003 ഞങ്ങൾ പഠിച്ചിറങ്ങി, ഞങ്ങൾക്ക് ജോലിയുണ്ട്, ഞാനിപ്പോൾ UK ഞാനിപ്പോൾ അവിടെ ആണ്, ഇങ്ങനെയൊക്കെ കുറെ കമന്റ് ഇട്ടു. 2002, 2003 എത്ര കൊല്ലം മുന്നെയാണ്. ആ സമയത്തൊക്കെ ജോലി ഉണ്ടായിരുന്നു, ആര് പറഞ്ഞു ജോലി ഇല്ലെന്ന്? ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ഒരു അപ്കമിങ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതും ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ പഠിച്ചിറങ്ങിയ ഉടനെ ജോലിയൊന്നും ആരും കൊണ്ട് തരത്തില്ല, വീട്ടിൽ കൊണ്ട് തരുമെന്ന് ചോദിച്ചു. ഞാൻ ആരുടെ വീട്ടിൽ കൊണ്ടൊന്നും ജോലി തന്നില്ല എന്ന് പരാതി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അവരുടെയൊക്കെ മുമ്പിൽ പോയിട്ട് ജോലി തന്നില്ലെന്നാ. വേണ്ട, ജോലി വേണ്ട, അറ്റ്ലീസ്റ്റ് ട്രെയിനിങ് എങ്കിലും തരാമല്ലോ. അതുപോലെ ഒരു ഹോസ്പിറ്റലുകളും പ്രൊവൈഡ് ചെയ്യുന്നില്ലല്ലോ. ജോലി കിട്ടിയവർക്ക് ജോലി കിട്ടാത്തവരുടെ പ്രയാസം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് ജോലി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ എത്രയൊക്കെ സഫർ ചെയ്ത് നിങ്ങൾ വന്നതാണെങ്കിലും ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിലും ഇപ്പൊ ജോലി ഇല്ലാതെ നിൽക്കുന്നവർ നിങ്ങളോട് വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ല. പക്ഷെ അങ്ങനെ നിൽക്കുന്നവർക്ക് മാത്രമേ അതിന്റെ ഒരു സിറ്റുവേഷൻ, ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ ജോലിക്ക് ശ്രമിക്കാതിരിക്കുന്നതല്ല. എല്ലാ ഹോസ്പിറ്റലുകളിലും ഇപ്പൊ ഈ കൊല്ലത്ത് ഓൾമോസ്റ്റ് അല്ല, കൊല്ലത്തെ എല്ലാ ഹോസ്പിറ്റലുകളിലും കൊടുത്തു. ഇപ്പൊ പറയും കൊല്ലത്ത് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. കേരളത്തിലെ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും ഈവൻ കേരളത്തിന് പുറത്തുള്ള ഹോസ്പിറ്റലുകളിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. പഠിച്ചിറങ്ങിയ ഉടനെ ലക്ഷങ്ങൾ ശമ്പളം നിനക്ക് കിട്ടുമെന്ന് ചോദിച്ചു. പഠിച്ചിറങ്ങിയ ഉടനെ ലക്ഷങ്ങൾ ശമ്പളം ഒന്നും ആരും തരണ്ട, ശമ്പളമേ വേണ്ട. അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ ട്രെയിനി ആയിട്ട് നിർത്തിയ ഒരു എക്സ്പീരിയൻസ് മാത്രം തന്നാൽ മതി. ഞാനിവിടെ കൊല്ലത്ത് ഇവിടെ അടുത്തുള്ള ഒരു സ്കാനിങ് സെന്ററിൽ പോയായിരുന്നു. അറ്റ്ലീസ്റ്റ് ഹോസ്പിറ്റലുകളിൽ കിട്ടുന്നില്ല, സ്കാനിങ് സെന്ററിലെങ്കിൽ കയറി നിൽക്കാറുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞെന്താണെന്നറിയോ, ഓക്കെ ഞാനിവിടെ എടുക്കാം, പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 6 months ഈ സമയത്ത് എക്സ്റേയിൽ കയറാൻ പറ്റത്തില്ല. എക്സ്റേ ടെക്നീഷ്യനാണ്, പക്ഷെ എക്സ്റേയിൽ കയറാൻ പറ്റത്തില്ല, ട്രെയിനിയാണ്. ഫ്രണ്ട് ഓഫീസിൽ ഇരുന്ന് അവിടുത്തെ, അതായത് റിസപ്ഷനിസ്റ്റ് ചെയ്യുന്ന പോലെ അവിടെ ഇരുന്ന് അവിടുത്തെ കാര്യങ്ങൾ ചെയ്തോ. 6 മാസം കഴിയുമ്പോൾ ഞാൻ സർട്ടിഫിക്കറ്റ് തരാം എക്സ്റേയുടെ. ഈ 6 മാസം വരെ ഞാൻ അവർക്ക് റിസപ്ഷനിൽ ഇരുന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് 6 മാസം കഴിഞ്ഞ് എനിക്ക് എക്സ്റേയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടോ? ഗൾഫ് കൺട്രീസിലോട്ടൊക്കെ പോകണമെങ്കിൽ ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് വേണം. ഈ നാട്ടിൽ 2-3 കൊല്ലത്തെ എക്സ്പീരിയൻസ് എടുക്കണമെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നമ്മൾ അവിടെ എടുക്കണം. ഈ ഹോസ്പിറ്റലുകളിൽ ചെല്ലുന്ന സമയത്ത് അവർ ഇങ്ങോട്ട് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കാൻ കേരളത്തിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ എടുത്താലേ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഈ കോഴ്സിന് വാല്യൂ ഇല്ലാന്ന് ഞാൻ പറഞ്ഞതിന് കാരണം ഇത് തന്നെയാണ്. പിന്നെ കുറെ പേര് ചോദിച്ചായിരുന്നു അക്കാഡമിക് എക്സലൻസ് ഉണ്ടോ? അക്കാഡമിക് എക്സലൻസ് ഉണ്ടെങ്കിൽ ജോലിക്ക് കിട്ടാൻ നല്ലതാണ്. അക്കാഡമിക് എക്സലൻസ് കുറവാണെങ്കിൽ ജോലി കിട്ടാൻ ചാൻസ് കുറവാണ്. അക്കാഡമിക് എക്സലൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്താണ് ഞാൻ ആ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയത്. ആ സമയത്ത് ഞങ്ങളെ പഠിപ്പിക്കാൻ പോലും ആരുമില്ലായിരുന്നു, കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് പഠിച്ചതാണ്. നമ്മൾ ഓരോ ദിവസം ഉറക്കൊഴിഞ്ഞൊന്നും പഠിച്ചത് ഈ ഒരു ജോലി സ്വപ്നം കണ്ടിട്ടായിരുന്നു. പിന്നെ ഇനി ഈ കോഴ്സ് എടുക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മടിക്കണ്ട ഈ കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കോഴ്സ് കൊള്ളൂല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ഒരു കോഴ്സിന് നമുക്ക് ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. നമ്മൾ സാധാരണക്കാർ ഇത്രയും പൈസയൊക്കെ മുടക്കി ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് ഒരുപാട് പ്രതീക്ഷയോടെ ആയിരിക്കും നമ്മളെ പറഞ്ഞ് പറ്റിക്കും. നമ്മൾ ഏത് ഏജൻസിയിൽ നമ്മൾ ഈ കോഴ്സിന്റെ കാര്യത്തിന് ചെന്നാലും അവർ നമ്മളിത് പറയുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന. പക്ഷെ അങ്ങനെയല്ല, ഇതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും എല്ലാവരും പറഞ്ഞു ഇന്റേൺഷിപ്പ് കഴിയുന്ന ഉടനെ നിങ്ങൾക്ക് ജോലി കിട്ടും, പക്ഷെ അങ്ങനെ കിട്ടൂല.
അത് നമ്മുടെ പ്രതീക്ഷ മാത്രമാണ്. നമ്മൾ വെറുതെ അത്രയും കാത്തിരുന്നിട്ട് നമുക്ക് ജോലി കിട്ടാതാകുമ്പോൾ ഒരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങളിത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ പഠിച്ചോളൂ. പക്ഷേ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തുടക്ക സമയത്ത് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നേരത്തെ കൂട്ടി റെക്കമെൻഡ് ചെയ്ത് വെക്കണം. കാരണം ഇന്റേൺഷിപ്പ് കഴിഞ്ഞിറങ്ങാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അപ്പോൾ ഒരിക്കലും ഒരു മിസ്ഇൻഫർമേഷൻ അല്ല. നിങ്ങൾ പഠിച്ച കാലത്തുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഉള്ള ടൈമിലുള്ള കാര്യങ്ങളാണ്. ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുള്ള സത്യമാണ്, ജോലി കിട്ടുന്നില്ല, എന്റെ ഫ്രണ്ടിന് കിട്ടിയില്ല, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ശരിക്കും ഞങ്ങളുടെ ബാച്ചിലൊക്കെ ഉള്ളവർ കിടന്ന് സഫർ ചെയ്യാണ് ജോലിക്ക്. ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അത് ഞങ്ങൾ ശരിക്കും പറയുന്നത് ഇതൊരു മിസ്ഇൻഫർമേഷൻ അല്ല. ഇങ്ങനെ ഒരു മിസ്ഇൻഫർമേഷൻ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ടെടുത്തൊരു കോഴ്സായിരുന്നു. ആ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് എനിക്ക് വന്ന് മോശം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ശരിക്കും ഇവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ലക്ഷങ്ങൾ ലോൺ എടുത്ത് പഠിച്ചിട്ട് വെറുതെ നഷ്ടത്തിലാകരുത്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൂ. അപ്പോൾ മിസ്ഇൻഫർമേഷൻ ഒന്നും അല്ല, ആരും ടെൻഷൻ ആവണ്ട. നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്താൽ മതി. അതായത് ഒരാൾക്ക് പറ്റിയ അബദ്ധം വേറൊരാൾക്ക് പറ്റരുത്. അത്രയും ഞാൻ ഇതുകൊണ്ട് വിചാരിച്ചിട്ടുള്ളൂ. അപ്പം എന്താണ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.